സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന കണക്കല്ല ഇന്ന് മന്ത്രി അവതരിപ്പിച്ചത് എന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ 8 വർഷങ്ങളിലായിക്കൊണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഇതേ സമയത്ത് ഇതേ മന്ത്രിയുടെ പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ ഇതുപോലെ മനുഷ്യർക്ക് മനസ്സിലാവാത്ത കണക്കാണ് അവതരിപ്പിക്കുന്നത് എന്ന് ബോധ്യമാവാൻ സാധിക്കും. കാരണം മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മുഴുവനായുള്ള സീറ്റുകളുടെ എണ്ണം, ആ സീറ്റുകളിൽ ഇത്ര സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഒരു പക്ഷേ ഫാക്ച്വലി അതിലൊരു ശരിയുണ്ടായേക്കാം, പക്ഷെ ചോദ്യത്തിന് ഉത്തരമല്ല അത്. മലബാറിൽ ഇത്രയധികം കുട്ടികൾ പഠിച്ചു പുറത്തിറങ്ങുന്നു, ആ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ആനുപാതികമായ സീറ്റില്ല എന്നതാണ് നമ്മളെല്ലാവരും ഉന്നയിക്കുന്ന വിഷയം. ആ വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ കുറേയധികം സീറ്റുകൾ ബാക്കിയുണ്ട്. കഴിഞ്ഞ വർഷമാണെന്ന് അദ്ദേഹം തോന്നുന്നു അവിടെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കട്ടെ എന്ന വിവാദ പ്രസ്താവന പോലും ഉണ്ടാക്കിയത്. ഇതേ മന്ത്രിയുടെ പല വിവാദ പ്രസ്താവനകളും ഇതിനു മുൻപ് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കട്ടെ എന്ന് ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രസ്താവന അവിടെ നിൽക്കട്ടെ, നമ്മുടെ SSLC ഫലം തമാശയാണ് എന്ന് പോലും പറയുന്ന പ്രസ്താവന ഇതേ മന്ത്രിയിൽ നിന്ന് ഉണ്ടായതായി നമുക്കറിയാം. അഥവാ ചോദ്യം ചോദിക്കുന്നതൊന്നും മറ്റൊന്ന് ഉത്തരവുമായി തരുന്ന, ഈ മറ്റൊന്ന് ഉത്തരം തരുന്നത് ഇദ്ദേഹത്തിന് വിവരമില്ലാഞ്ഞിട്ടോ എഴുതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടോ അല്ല. ഇത് ബോധ്യപ്പെടുത്തേണ്ട, ഈ മനുഷ്യർക്ക് ഇത് ബോധ്യം വരേണ്ട ആവശ്യമില്ല എന്ന കൃത്യമായ നിശ്ചയദാർഢ്യത്തോടു കൂടി അവതരിപ്പിക്കുന്ന കണക്കുകളാണ്. ഇപ്പോൾ മലബാറിൽ അഥവാ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലായിക്കൊണ്ട് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയും വിജയിക്കുകയും ചെയ്ത കുട്ടികളുടെ ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ട്. ഈ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും കുറവുള്ള സീറ്റ് അഥവാ 10ാം ക്ലാസ് പരീക്ഷ വിജയിക്കുകയും ഏറ്റവും നന്നായി മാർക്ക് സ്കോർ ചെയ്യുകയും ഇപ്പോൾ +1ന്റെ 1ാം ഘട്ട 2ാം ഘട്ട 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഇതിന് പഠിക്ക് പുറത്തായി ഇതുവരെ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ കണക്ക്, ആ കണക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള മതിയായ സീറ്റ് മലബാറിലില്ല എന്നതാണ് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം. അവിടെ അദ്ദേഹം പറയുന്നത് 10-21,000 സീറ്റിന്റെ മാത്രം കുറവേ ഉള്ളൂ, അതും അൺഎയ്ഡഡ് മേഖലയിലെ അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലെ കൂടി സീറ്റുകൾ പരിഗണിക്കുകയാണെങ്കിൽ 10-11,000 സീറ്റുകളുടെ കുറവേ ഉള്ളൂ. പച്ചക്കള്ളമാണിത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട്, എന്തിന് മന്ത്രി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട്, ഈ ജനപ്രതിനിധി എന്ന സ്ഥാനത്തിരുന്നു പോലും ഒരു മനുഷ്യൻ ചെയ്യരുതാത്ത ക്രൂരതയാണിത്. ഇതൊന്നുമില്ല എന്ന് കണ്ണടച്ചിരുട്ടാക്കുന്നത്. ഇതുണ്ട് എന്നത് യാഥാർത്ഥ്യമായിരിക്കെ തന്നെ അതിൽ നിന്ന് വിഷയം മാറ്റാനാണ് വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം പറയാം, കഴിഞ്ഞ 2-3 വർഷങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ LDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഇങ്ങോട്ട് മുതൽക്കുള്ള കാലം നോക്കുകയാണെങ്കിൽ ഇന്നേ വരെ മലബാറിന് ഒരു അധിക ബാച്ച് പോലും അനുവദിച്ചിട്ടില്ല. 2011-16 കാലഘട്ടത്തിൽ UDF ഭരണത്തിലിരിക്കുമ്പോഴാണ് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് മലബാറിലേക്ക് പുതിയ ഹയർ സെക്കൻഡറി കോഴ്സുകളും പുതിയ ബാച്ചുകളും അനുവദിച്ചത്. യഥാർത്ഥത്തിൽ ആനുപാതികമായ സീറ്റ് വർദ്ധിപ്പിക്കുക, ബാച്ച് വർദ്ധിപ്പിക്കുക എന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ശരിയായ നടപടി. അതിനുശേഷമുള്ള ഗവൺമെന്റ് ഇന്നേ വരെ ബാച്ച് വർധന നടത്തിയിട്ടില്ല. ഇതുപോലെ +1ലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള കുട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ സീറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട് 10%, 15% എന്ന രൂപത്തിൽ. ആ സീറ്റ് വർധന തന്നെ നിരന്തരമായ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിന് ശേഷമാണ്. MSF കഴിഞ്ഞ കാലത്തിൽ നടത്തിയിട്ടുള്ള അതിഭീകരമായ സമരങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതിന്റെ ഒടുവിൽ മുട്ടുമടക്കിക്കൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുക്കും, അതെ ഞങ്ങൾ കുറച്ച് സീറ്റ് വർദ്ധിപ്പിച്ചു തരാം. ഇപ്പോൾ ഞങ്ങളുടെ ജില്ലയിലടക്കം ഓരോ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, ഒരു ബാച്ചിൽ 50 കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് യഥാർത്ഥത്തിൽ നയമനുസരിച്ചുള്ളത്. എന്നാൽ അതേ ക്ലാസ്സിൽ 60, 65, 70 കുട്ടികൾ വരെ കൂടുതലായി ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ മലബാറിലെ പല ക്ലാസ്സുകളിലും, മലപ്പുറം ജില്ലയിലെ അടക്കം പല ക്ലാസ്സുകളിലും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.